ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് ബാറ്ററൊന്നും അരച്ചു വയ്ക്കാത്ത സമയങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ദോശ നമുക്ക് തേങ്ങാപ്പാലിൻ്റെ കൂടെയും കറികളുടെ കൂടെയും എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആദ്യം നമുക്ക് ദോശയിലേക്കുള്ള ബാറ്ററൊന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്ത് വെച്ചതിലോട്ട് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. റവയും അരിപ്പൊടിയെല്ലാം എടുത്ത അതേ കപ്പിൽ തന്നെ 2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ദോശയിൽ നമ്മൾ അരിപ്പൊടിയും റവയും തേങ്ങയും എല്ലാം മിക്സ് ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിരിക്കും. ഇപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് നിന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഇപ്പോൾ ഒരു ദോശപ്പാൻ വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇതും ചുറ്റിച്ചു കൊടുക്കാം. ഇതിന് മുകളിൽ അല്പം ഗീ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ്സ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ദോശ ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ദോശ നമുക്ക് മറിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഒന്ന് ക്രിസ്പി ആയി വരുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഓരോ ദോശയും നമുക്ക് ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത ശേഷം അതിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് എല്ലാവർക്കും കറക്റ്റായിട്ട് ലഭിക്കുന്നത്. ഈ ഒരു ദോശ നമുക്ക് ചട്നിയുടെ കൂടെയും തക്കാളി ചമ്മന്തിയുടെ കൂടെയും അല്ലെങ്കിൽ മുട്ടക്കറി കൂട്ടിയിട്ടെല്ലാം നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമുക്കിത് തിരക്കുള്ള സമയങ്ങളിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും. എല്ലാവരും ഒരു തവണയെങ്കിലും ഈ രീതിയിലൊന്ന് റെഡിയാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കൂടെ തന്നെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ അറിയിക്കാനും മറക്കരുത്. താങ്ക് യു.